വയനാട് മാനന്തവാടിയിൽ കോൺഗ്രസ് പ്രവർത്തകനായ ഗോത്രവർഗ യുവാവിന് മർദ്ദനമേറ്റു എന്നുള്ള വാർത്ത വരികയാണ്. പടമല മണിമൂട് ഉന്നതിയിലെ ചന്ദ്രനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചുവെന്നുള്ളതാണ്. തടയാൻ ശ്രമിച്ച അയൽവാസിക്കും മകനും പരിക്കേറ്റു. ചന്ദ്രനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ആദ്യം ആ CCTV ദൃശ്യങ്ങളിലേക്ക്. ഒരു വിഭാഗം ചെറുപ്പക്കാർ കൂടെ വന്നിട്ട്, അതായത് എനിക്ക് തോന്നുന്നു CPM-ന്റെ പ്രവർത്തകർ തന്നെ വന്നിട്ട് ആക്രമിക്കുകയും ആ പയ്യനെയും ആ പയ്യൻ്റെ ഭാര്യയും ആക്രമിക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ ഓടി തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ എത്തിയപ്പോൾ അവിടെ മൈനറായ ഒരു പയ്യൻ അവൻ കയറി പിടിക്കാൻ ചെന്നപ്പോൾ, അതായത് ഇവരെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ തടയാൻ ചെന്നപ്പോൾ ആ പയ്യൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയും ആ പയ്യനും നല്ല പരിക്കുണ്ട്. ഈ ആക്രമിക്കാൻ നേതൃത്വം കൊടുത്ത പയ്യൻ DYFIന്റെ ആ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി കൂടിയാണ്. കമലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കമൽ, സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു മേഖല, അവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF ആയിരുന്നു. ഇത്തവണത്തെ ഇലക്ഷനിലും UDF വിജയിക്കുന്നു. ഇത്തരത്തിലുള്ള അതിക്രമം അവിടെ ആദ്യമായിട്ടാണെന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണോ? ഈ ചന്ദ്രനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് സ്കാനിങ്ങിനായി അംബേദ്കർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ടാണ് ഉന്നതിയിലേക്ക് നടന്നു വരുന്ന വഴിക്ക് ചന്ദ്രനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. 10ഓളം ആളുകൾ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഉന്നതിക്ക് സമീപത്തുള്ള വീട്ടിലെ ഒരാളും അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയാകാത്ത മകനും ചേർന്ന് ഈ മർദ്ദനം തടയാൻ ശ്രമിച്ചു. അവർക്കും ആ മർദ്ദനത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് ഇവരുടെ മൊഴി എടുക്കാനുള്ള കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. അനശ്വര പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത്തരത്തിലുള്ള മരണത്തിലേക്കൊന്നും അത് പോകാറില്ല. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ശരി, കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്ന കാര്യം. കമലാണ് വയനാട്ടിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.